അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുള്ളത് ഇപ്പം ഇവിടെ താമരശ്ശേരി മാനാങ്കുന്നുമല് നമ്മളെ കൂടത്തായിന്ന് നമ്മൾ ലെഫ്റ്റ് കയറിയാൽ മതി, അടുത്തോട്ട് കയറിയാൽ മതി. മാനാങ്കുന്ന് പറഞ്ഞ ശിവക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ആറാട്ടാണ്. കഴിഞ്ഞ പോലെ ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ആറാട്ട് ഇന്നലത്ത് കാണാൻ പറ്റില്ല. 5 ആനകളുണ്ട്. ഇന്നെന്തോ 4 ആനയേ ഉള്ളൂ. ഒരു ആന ഉണ്ടായിരുന്നു, അവിടെ തുടക്കത്തിൽ എന്തോ വയ്യഞ്ഞിട്ട് പോയി എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ന്യൂ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിട്ട് 5 ആനയുടെ. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ തൊട്ടടുത്ത് 5 ആന വരുന്ന ഒരു ആറാട്ട് അറിയുന്നതാണ്. ഞങ്ങൾ ഇത്രയും കൊല്ലമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ്. അപ്പം കൂടെ കൂടി എന്താണ് സംഭവം എന്നൊക്കെ ഞങ്ങളും ആദ്യമായിട്ട് കാണുകയാണ്. വീട്ടിൽ നിന്നുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങ് പോരി. ഇതാ കഷ്ടപ്പാടാണ് ഗൈസ്. ഇതാ തൂത്തുവാരിയാണ്. ഒരുത്തണ്ടതാ തുടയ്ക്കാനുള്ളത്. അമ്മ എത്തിയിട്ടില്ല. അമ്മ എത്തിയാലും അമ്മക്ക് വയ്യാത്തത് കൊണ്ട് ഞങ്ങളാണ് ചെയ്യുന്നത്. വീട്ടിലുള്ളവരെ ഞങ്ങളാ ചെയ്യുക, അല്ലെങ്കിൽ ഒപ്പിക്കും. അപ്പോൾ വീട്ടിൽ അമ്മ വരുമ്പോഴേക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ അമ്മക്കും ഒരു സന്തോഷം ഉണ്ടാവും, ഞങ്ങൾക്കും സന്തോഷമാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക്. ഞങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ എടുക്കാൻ കാരണം വേറെ അല്ല, മറ്റ് പിന്നെ ഞങ്ങൾക്ക് ഇന്ന് അമ്പലത്തിൽ പോകണം. തറവാടൊക്കെ ഒന്ന് കാണിക്കാം. ജസ്റ്റ് തറവാടൊക്കെ ഒന്ന് കാണിക്കാം. അമ്മയുടെ തറവാട്, ഞങ്ങളുടെ തറവാട് അമ്പലമുണ്ട്, കാവുണ്ട്. അപ്പം അവിടെ പോകണം, തൊഴുകണം. താമരശ്ശേരി പോവാനുണ്ട് ഗൈസ്. ആന വരുന്നുണ്ട്. 5 ആനനെ കാണണ്ടേ ഗൈസ്. അപ്പം 5 ആനനെയും കാണണം. അപ്പം ഞങ്ങൾ വേഗം അടിച്ച് വാരിയിട്ട് ഞാനിതാ ഗൈസ്, ഇത് വീഡിയോക്ക് വേണ്ടിയിട്ടല്ല, വീഡിയോക്ക് വേണ്ടിയിട്ടല്ല സാമിയായിട്ട് കള്ളം പറയല്ലേ, വീഡിയോക്ക് വേണ്ടിയിട്ടല്ല ഗൈസ്. ഇതാ ഞാൻ അടിച്ച് വാരിയാണ്. എനിക്ക് അടിച്ച് വാരാനുള്ള ഡ്യൂട്ടി ഇവൻ തന്നു. ഇവനിതാ അകോ അടിച്ച് വാരി തുടയ്ക്കുകയാണ്. പിന്നെ എനിക്ക് ഇതാ അലക്കാൻ, നമുക്ക് കുളിക്കാനുള്ള വെള്ളവും വെക്കൂ. പിന്നെ എനിക്ക് അലക്കാനുണ്ട്, കറുപ്പ് മുണ്ടുണ്ട്. അത് ബാക്കിയൊക്കെ ഇന്നലെ അലക്കിയിട്ടാണ്. പിന്നെ അവന് ഉണക്കാനിട്ടു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞങ്ങളിങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ട് നിന്നാൽ ശരിയാവില്ല. അപ്പം വേഗം ഇത് ക്ലീൻ ആക്കിയിട്ട് വേണം വേഗം കുളിച്ചിട്ട് അകത്ത് കയറിയിട്ട് ഇവിടെ അകത്ത് വിളക്ക് എത്തിക്കലുണ്ട് അയ്യപ്പൻ്റെ അടുത്ത് വിളക്ക് കത്തിച്ച് നാമൊക്കെ വിളിച്ച് നേരെ കാവിലേക്ക് വിടും. കാവ് പോയിട്ട് അവിടെയും പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം. നോർമലിയാ സംസാരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ കത്തിച്ചിട്ട് ഇവനെന്തെന്നാ പറയുന്നത്? നോർമലി ഞാൻ സ്റ്റൈലാക്കിയൊന്നല്ലേ പറയുന്നത്. അത് സ്പീഡ് പറയാടാ പൊട്ടാ. ഇവനെന്തെന്നാ നമ്മളെ സ്ലാങ്ങിൽ ഇവനെന്തെന്നാ ഗൈസ് ഇങ്ങനെ പറയുന്നത്? ഞാൻ നമ്മളെ സ്ലാങ്ങിൽ തന്നെ കേട്ടോ പറയുന്നത്. കുറച്ചൊക്കെ നാവിന്ന് ഉളുക്കി പോകും. എന്താക്കാനാ? ഞാൻ എന്താ ഓൻ സംസാരിക്കുകയാണെങ്കിൽ ഓന് ഭയങ്കര, ഞാൻ ഒറ്റക്ക് സംസാരിക്കുന്നത് കൊണ്ട് ഓന് കുശുമ്പാ. ഞാൻ എന്നാ ഓക്കെ, ഞാൻ പണി എടുക്കട്ടെ ബാക്കി നിന്നിട്ട്. എന്തോ അങ്ങനെ പറയാ? എന്നാ ഇനി വന്നിങ്ങോട്ട് പറഞ്ഞോടോ. ഇങ്ങോട്ട് വാ, ഇനി വന്നോ, ഇങ്ങോട്ട് വാ. എൻ്റെ പണി ഇനി പറയും, ഓൻ പറയട്ടെ. ഇനി പറയും. അപ്പം എല്ലാവരും ഞങ്ങൾ അമ്പലത്തിൽ പോകണം. അമ്പലം എന്താ പറയുക, പക്ഷെ കാവൊക്കാട്ടെ. അപ്പോൾ കുളിക്കണം, വേഗം പോയി അടിച്ചായിരിക്കോ. ഇത് പറയാനെങ്കിൽ ഇത്ര ബിൽഡപ്പ് ഇത് എന്താ ഞാൻ അടിച്ചോ വല വർക്ക്. അപ്പൊ ഞങ്ങൾ വേഗം അടിച്ചു തരട്ടെ. ആർക്ക് താമരശ്ശേരി ഞങ്ങൾ ഇത് കഴിഞ്ഞ അമ്പലത്തിൽ പോയിട്ട് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ മനസ്സിലായില്ലേ? ഇവൻ എന്താ പറയുന്നത്? ഞാൻ കുളിക്കട്ടെ ഗൈസ്. അമ്മ വരും കേട്ടോ. അപ്പോഴേക്ക് ഞാൻ റെഡി ആക്കട്ടെ ഗൈസ്. അപ്പോൾ ഓക്കെ, കുടിക്കട്ടോ. ഞാൻ അടിച്ചു തരട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ അടിച്ചായിരുന്നൊക്കെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഞാൻ തുടയ്ക്കുക അടുക്കള. അമ്മ കുളിക്കാനും വെള്ളം വെച്ച് കിട്ടോ. എന്തേതാക്കുന്നേ? എന്തേത് പണിയെടുക്കുന്ന കാണിക്കേ? ഇനി തരും അവിടെ അടിച്ച കല്ലുമല അടിച്ച് തിരുമ്പോണം കൈ. എടാ കറുത്ത മുണ്ട് ഇങ്ങനെ അടിച്ച് തിരുമ്പല്ല അമ്പൂട്ടെ. ഇങ്ങനെ അടിച്ച് തിരുമ്പ കാണിക്കുന്നുണ്ടോ? പോവാടുന്നു. ഇവിടെ വാഷിംഗ് മെഷീൻ ഒന്നും ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഗൈസ്. ഒരു ഉപകാരമില്ലാത്ത സാധനമാണ്. നമ്മൾ കല്ലുകൾ കൊണ്ടാണ് കല്ലുമ്മൽ അലക്കാറാണ് പതിവ്. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറില്ല. ഇത് ഇവിടെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ, കാരണം ഞാനും ബ്രദറും മാത്രമാണല്ലോ. ഞങ്ങൾ അടിച്ച് തിരുമ്പാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് വാഷിംഗ് മെഷീനെക്കാളും ഇഷ്ടം ഞങ്ങൾക്ക് കല്ലുമ്മ തിരുമ്പെന്നാണ്. കാണിച്ചിക്കണം എന്തേത്താത്. അപ്പോൾ സ്വാമി ശരണം. അപ്പോൾ ഇന്ന് കുളിച്ചിട്ട് നല്ല സുന്ദരന്മാരായിട്ട്, മീൻസ് കുളിച്ചാൽ സുന്ദരന്മാരാകും, കുളിച്ചില്ലെങ്കിൽ എന്തോ പോലെ. അമ്പൂട്ടെ കാണിച്ചിക്ക് അങ്ങനെ. ഓക്കെ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ കാണാത്ത ഇരുട്ടായിട്ട് കാണുന്നുണ്ടോ? ഓവർ ആക്ടിങ് കേട്ടല്ലേ? ഇതെന്തേത്താ അത്? ഫുള്ള് ഓവർ ആക്ടിങ്. എന്നെ കാണാണ്ട അത് കാണുന്നുണ്ടോ പൂട്ടാ? ഇത് ഇത്
കഞ്ഞാണ് ഇപ്പം ഉള്ളത് ഓടുന്നു ഒരു മോയന്ത് കളിയിരിക്കും. അപ്പം ഞാൻ തുടക്കുന്ന കാണിച്ചാൽ വിളിച്ചു എന്താണ് ഗ്യാസ് ഗൈസ് ഇത് ഗൈസ് ആരോ ഒന്ന് നേരത്തെ കുറേ കമൻറ്റ് ഇടുന്നുണ്ട്. ഞങ്ങൾ ഗൈസ് ഞാൻ തുടച്ചുണ്ടോ ഗൈസ് സോറി ഞാൻ തുടച്ച് ഇതാക്കി നോർമലി അമ്മ വരുമ്പോഴേക്കും എല്ലാ പണിയും തീർത്തിച്ച് അമ്മക്കൊരാശ്വാസമാണ്. കാരണം അമ്മ ഹാപ്പി ആവും. അപ്പോൾ വീട്ടിൽ പണി നടക്കാതിരിക്കുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ പറയുന്നത് കാരണം നമ്മൾ വീട്ടിൽ ജോലി എടുക്കുമ്പോൾ നമ്മൾ അമ്മമാർക്ക് ഇഷ്ടമാട്ടോ ഭയങ്കര സന്തോഷമാവും. അങ്ങനെ അവർ വർക്കൊക്കെ പോയി വരുമ്പോൾ നമ്മൾ അവർ തന്നെ ജോലി എടുത്തോട്ടെ എന്ന് ചിന്തിക്കരുത്. അപ്പോൾ ഞങ്ങൾ എടുക്കണം. ഞങ്ങളിങ്ങനെ കണ്ട് അങ്ങനെ മുറ്റൊക്കെ അടിച്ച് തരുമ്പോൾ വീടിൻ്റെ മേത്തുള്ള ഇറക്കിയെത്താത്ത ഇവരൊക്കെ ഇങ്ങനെ പറയും ചെക്കന്മാരെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കാനായിന്ന്. കാരണം പണ്ടേ ഞങ്ങളെ ജോലി എടുപ്പിച്ച് ശീലിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മൾ അത് എന്തുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളാവും. കാരണം മറ്റുള്ളവർ അറിയോ ഓള് പണിയെടുക്കുന്നത് മറ്റാണ് മറിച്ചത്. കാരണം ഏതൊരാണായാലും പെണ്ണായാലും വീട്ടിലുള്ള എല്ലാ പണിയെടുക്കണം. കുക്ക് ചെയ്യാൻ അറിയണം, അടിച്ചു വരാൻ അറിയണം, എല്ലാം അറിയണം. കാരണം അത് നമുക്കാണ് ഗുണം. കാരണം നമ്മളെപ്പോലെ തന്നെ അല്ലേ നമ്മളെ അമ്മയും അച്ഛനൊക്കെ ഓക്കെ സാഹിത്യം പറയല്ല എന്തേതാ ഓടിയൊന്ന് ഗൈസ് ഞാൻ അടിച്ച് വെളിച്ചം വെക്ക് പോട്ടാ വെളിച്ചം ആൾക്കാരൊന്നും കാണണ്ടേ. അപ്പോൾ ഞാൻ തിരുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് തിരുമ്പണ്ടി സെറ്റാക്കുക. ഇനി ഇതിലെങ്ങനെ കിതയ്ക്കുന്ന ഓടിയപ്പോഴേ ഇങ്ങനെ കിതച്ച് ഒരു ഇത് പറയണ്ടേ എന്താ പറയേണ്ടത് അറിയില്ല. ഞാൻ നല്ലോണം ഇതാക്കുക മൊത്തം മുറ്റടിച്ചാരി ഞാനാണ് നല്ല ക്ലീൻ ആക്കി കിട്ടാം. പിന്നെ ഇങ്ങോട്ട് ക്ലീൻ ആക്കല്ല. അവിടെ ഒന്നാല് ഇത് ഞങ്ങൾ റബ്ബറാണ്. റബ്ബറിന് വിറക് കൊണ്ടുവച്ചിടൂ. പിന്നെ എന്നും ക്ലീൻ ആക്കാനാവില്ല. ആഴ്ചയിൽ ക്ലീൻ ഇല്ലെങ്കിലും മാസത്തിൽ അതിന് മാത്രം ഇതൊന്നുമില്ല. വിറക് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ചപ്പൊന്നുമില്ല ഗൈസ്. അപ്പോൾ അതിനെ കൊണ്ട് ആ ക്ലീൻ ആക്കി. പിന്നെ ഞങ്ങളെ വിറക് ഇതാക്കിയത് ആദ്യം വെറുപോലുണ്ടായി ഇവിടെ ഈ സൈഡിൽ. ഞങ്ങളൊരു ദിവസം കൊണ്ടോറൊന്നുമില്ല. ചെറിയൊരു വീട് പിന്നെ ഒരു ബാത്റൂം പുറത്താണ്. പിന്നെ ചിതലരിച്ച കുറേ വീടും ഗൈസ് ഒക്കെ ഒന്ന് സെറ്റാക്കണം ഗൈസ്. ഞങ്ങൾ ഓൺ ടൂറായി കാണേണ്ടി വരും. നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമാണ് ഞങ്ങൾ ചെയ്യും. നിങ്ങളുടെ നിർബന്ധം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല ഗൈസ്. പിന്നെ ഷർട്ട് ഇടാണ്ട് പിന്നെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞ കമൻറ്റ് എടുക്കാൻ ഞങ്ങൾ ഈവനിങ് മിക്കവാറും ഇങ്ങനെ തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഷർട്ട് ഇട്ടുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്യേണ്ട വെച്ചിട്ടാ. അപ്പോൾ നമ്മളിങ്ങനെയാണ് നമ്മൾ ഗൈസ് ഇങ്ങനെ ആയിപ്പോയി. എന്താക്കാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ ബാക്കി ഞങ്ങൾ കുളിച്ചിട്ട് കാണിച്ചുതരാം. ഓക്കെ. അപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ തറവാട്ട് അമ്പലത്തിലേക്ക് പോകുന്നു. സ്വാമി ശരണം. തറവാട്ട് പോയിട്ട് ഗൈസ് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളെ റോഡ് മക്കളും ഇങ്ങനെ നടക്കുക ഫുൾ ബ്ലാക്ക്. ഇത് ബ്ലാക്ക് തനി ബ്ലാക്ക് ആണ്. കുറച്ചുകൂടി സൂം ഔട്ട് ചെയ്യട്ടോ. സൂം ഔട്ട് ചെയ്യും. ഏത് ഫോട്ടോ? അമ്മ ലൈക്ക് ഉണ്ട് ഗൈസ്. ഞങ്ങൾ ലൈക്കൊന്നും നോക്കാറില്ല. ഇൻസ്റ്റാഗ്രാമിൽ ചടി ചെരുപ്പിടാണ്ടാണ് മഴ ചെയ്തിട്ട് ഒളിച്ചു വന്നു. നടുക്ക് നിൽക്കുന്നതിനമ്മ 5:52 6 മണിയാകുമ്പോൾ വിളിക്കും. അപ്പോൾ ഞങ്ങൾ അടത്തട്ടെ ഗൈസ്. കുറച്ച് ദൂരമുണ്ട്. കുറച്ച് ദൂരം 2-3 മിനിറ്റ്. ബാക്ക് നമ്മൾ ഈ റോഡും കൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകണം. അവിടെ എത്തണം. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇതാ ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാണിച്ചുതരാം. തറവാട് കാണിച്ചുതരാം. ഇങ്ങനെ ചെറിയൊരു ഇടവഴി ഉണ്ട്. ഒരു വൈബാട്ടോ. ഇടവഴി കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ എല്ലായിടത്തും റോഡ് വന്ന് ഇവിടെ വരെ റോഡായി. ഇത് റോഡായിട്ടോ. പക്ഷേ റോഡ് പൂർണ്ണമായിട്ട് റോഡായില്ല. പിന്നെ കുറഞ്ഞൊരു ഭാഗമുണ്ട്. അതൊരു നൊസ്റ്റാൾജിയാണ് ഗൈസ്. ഈ ഇടവഴി കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ കുറഞ്ഞ ദൂരം ഇടവഴിയാണ്. പിന്നെ റോഡ് മേലെത്തും. പിന്നെ തറവാട്ടിലെത്തും. നല്ല സുഖമാണ്. ഇല്ലല്ല വിട്ടേച്ച് പോവില്ല. അമ്മക്ക് കാല് വയ്യാത്തനെ കൊണ്ട് മെല്ലെ വരിക. ഇതാണ്ട നല്ല സുഖമാണ്. ഇതാ യെസ് ചളിയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാ ഗൈസ് നല്ല സുഖമാണ്. നല്ല ഉണ്ടോ ഇങ്ങനെ ഏരിയ. നല്ല ഏരിയ ഗൈസ്. കാണുമ്പോൾ നല്ല ഏരിയ കേട്ടോ. നമുക്കും നല്ല ഏരിയ ആണ്. കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ 2 സൈഡിൽ ഇടവഴി. 2 സൈഡിൽ മതിലിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ഡിപ്പായിട്ടുള്ള ഇടവഴിക്ക് പോകുമ്പോൾ നല്ലൊരു സുഖം. ഇത് അടുത്ത് നന്നാക്കി കേട്ടോ. ഇവർ
നന്നായിട്ട് കാട് പിടിച്ച് കിടന്നായി. പിന്നെ ഇടയ്ക്ക് നന്നാക്കും. ഇപ്പോൾ മഴ ഇതിനെ കൊണ്ട് ഈ മണ്ണൊക്കെ ഒലിച്ചു പോകും പോലെ തോന്നുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ തറവാടാണ്. അവിടെ ഒരു കണ്ടോ നേരെ ഷീറ്റിട്ടൊരു വീട്, ഷീറ്റ് അല്ല വാർപ്പിട്ടാണ്. അതിൻ്റെ ടോപ്പിൽ അപ്സ്റ്റെയറിൻ്റെ മുകളിൽ ഷീറ്റിട്ടാണ്. അപ്പോൾ ഞങ്ങൾ തറവാട് ഇപ്പം എത്തും ഗൈസ്. ഇതാ നമ്മളിതാ ഇവിടെ എത്തി. നെക്സ്റ്റ് റോഡ് മേലേക്ക് എത്തി. ചിഞ്ചോട്ടിന് അമ്മയുണ്ട്. ഇതാ ബേക്കറി വേം വാ ഉണ്ടോ ഒരിതാ അങ്ങനെ നടന്നു വരുന്ന കേസ്. ഇരുടായിട്ട് 6 മണി ആയിരിക്കും, അതാണ് ക്വാളിറ്റി കുറവ്. ഇതാണ് ഞങ്ങളുടെ കാവിൻ്റെ പേര് ഗൈസ്. താമരശ്ശേരി കുട്ടിച്ചാത്തൻ കുയിൽ, താമരശ്ശേരിയിൽ കുട്ടിച്ചാത്തൻ കാവ് മംഗള. ഇതാ ഇവിടെ ഒരു ചെറിയ മരമൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കും വൈകുന്നേരമൊക്കെ. ഞാൻ ഇരിക്കല്ല, ആരെങ്കിലും ഇരിക്കും. ഞാൻ ഇരിക്കണമല്ലോ, ആരെങ്കിലും ഇരുന്നാൽ പോരല്ലേ. ഇവനെന്താ പറയുക, ഇവൻ ഫുള്ള് ഞാൻ ട്രോളാനായിട്ടാണ്. ഞങ്ങളതാ അമ്പലത്തിൽ ആരും എത്തിയില്ല, വിളക്കെത്തിച്ചില്ല. അണ്ണന് കഴിഞ്ഞ ആഴ്ചയൊക്കെ പൈസ കൊടുത്തേക്ക്. ഇപ്പം അണ്ണന് വിളക്കെത്തിച്ചേക്ക്. കത്തിച്ചേക്ക്. ഇതാണ് ഞങ്ങളുടെ കാവ്. തറവാട് കാവാണ് ഗൈസ്. വിളക്ക് കത്തിച്ചേക്ക്. ഇപ്പം കയറി തൊയ്താൾട്ടെ ഗൈസ്. ബാക്കി വിശേഷം എന്നിട്ട് അങ്ങനെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞതാ. അമ്മ അവിടെ ഇരിക്കുന്ന അമ്മായി. ഇതൊരു വീട് കേട്ടോ, ഇത് തറവാട് വീട്. അടുത്ത വീടത്. നല്ല ആളാ. അപ്പോൾ ഇതാ ഗൈസ് ഈരിടായി. ഞായറാഴ്ച ഞായറാഴ്ച ഞങ്ങൾ പോകുന്നതിൻ്റെ കമ്മിറ്റി കേട്ടോ, അതുകൊണ്ടാണ്. ഭയങ്കര ബ്ലോക്ക്. എന്നിട്ട് ഞങ്ങൾ വേറെ പോക്കറ്റ് റോഡിന് കയറുകയാണ്. കാരണം ഈ റോഡൊക്കെ ബ്ലോക്കാണ്, തീരെ വണ്ടി പോകുന്നില്ല. ഇതിലൂടെയൊക്കെ കൊല്ലത്തിൽ ഒരിക്കലും അത്രയും വണ്ടി ഒരുമിച്ച് പോലെ. അത്രയും വണ്ടി ഇങ്ങനെ ജാഥക്ക് പോകുമ്പോൾ ഇങ്ങനെ വരിയായിട്ട് പോകും. മാനാകുന്ന ഉത്സവം ഉണ്ടാവണം. അത് ഉത്സവത്തിൻ്റെ അന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടാവണം. കാര്യമായിരിക്കും 5 ആന ഉണ്ടായില്ല, അതിൽ ഒരു ആനക്ക് എന്തോ സുഖമല്ല എന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറയുന്നത്. നമ്മളെ ഡോളിനെ കൊന്ന ജോളി കൊന്ന സ്ഥലമാണ്. ജോളി കൊന്ന ആൾക്കാരെ വെച്ച് പള്ളി കാണിച്ചുതരാം ഗൈസ്. കൂടത്തായി ശ്മശാനം കാണിച്ചുതരാം. അങ്ങോട്ടാണ് എത്തുക, ആ പള്ളീൻ്റെ അടുത്തേക്ക് എത്തുക. അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായി. ആ വെളിച്ചം കാണുന്ന അമ്പലമാണ് തോന്നുന്നത്. ഈ റൂട്ടിൽ അങ്ങനെ പോകണം. ഈ റൂട്ടിന് ഞാൻ ഈ റൂട്ടിൽ ഈ റൂട്ട് ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് പ്രശ്നമല്ല. ടൈമിന് ഇവിടെ തന്നെ നമ്മളിതാ കവാടത്തിൻ്റെ അടുത്തെത്തി. കവാടം കഴിഞ്ഞതാ അമ്പലത്തിലേക്ക് പോവാണ്. വണ്ടി ഇവിടെ എവിടെയും വെച്ചാൽ പിന്നെ നമ്മൾ അത്രയും ദൂരം നടക്കേണ്ടി വരും. അമ്പലത്തിലേക്ക് പോകാൻ അവിടെ നമുക്ക് അമ്പലത്തിലേക്ക് അതിൻ്റെ കുറച്ച് ആടെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നടക്കാൻ വിചാരിച്ചു ഗൈസ്. പൈതിക്കലെവിടെ മക്കളത് അമ്പലം എത്താനായി, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് നടന്നു വരും. ഇവിടെ ഇപ്പം ബ്ലോക്കൊന്നുമില്ല വണ്ടി. ഇനി ബാക്കി എന്താവോ എങ്ങനെയാവോ ഒന്നും അറിയില്ല. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യാം. ഇന്നലെ അമ്പലം വരെ പോകേണ്ടി വരും. അമ്പലം വരെ പോകേണ്ടി വരും. ഈയിടെ ഒരു ചേച്ചി അറിയുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിതാ അറിയുന്നവരുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ നമ്മളിതാ മാനാംകുന്ന് ശ്രീ ശിവക്ഷേത്രം. ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെക്കും നമ്മൾ. അമ്പലം നമുക്ക് വയ്യ കാണാം, നമ്മളെ ഇന്നലത്ത് കാണാം. എന്തോ പച്ചക്കറിയാണെന്ന് തോന്നുന്നു തലയിൽ ചൂടി. പച്ചക്കറിയോ എന്തോ സംഭവമുണ്ട്. കൊട്ടയിലായിട്ട് കൈ പിടിക്കുന്നവരുണ്ട്, തലയിൽ വെച്ചവരുണ്ട്. എന്താ സംഭവം എന്നറിയോ? കലവറ നിറയ്ക്കാൻ തോന്നുന്നു. കൊട്ടയിൽ അതാന്ന് തോന്നുന്നല്ലേ, വീട്ടിലേക്കുള്ള കലവറ നിറയ്ക്കാൻ.
എന്തെങ്കിലും ഇത് വെച്ചിട്ട് ഇതാട്ടോ ട്രെൻഡ് നല്ല ദൂരം ഉണ്ട് കേട്ടോ. ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നേ. അത്രയും ദൂരമുണ്ട്. കണ്ടമാനം ആൾക്കാരുണ്ട് കേട്ടോ. വരവിന്റെ കൂടെ നമുക്ക് കാണണ്ട ആനനാ കാര്യമായിട്ട്. നമ്മൾ കാത്തിരുന്ന ഗജരാജാക്കം വരുന്ന കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തിടമ്പേറ്റി വരുന്ന ആ വരവ് നോക്കി. അതാണ് വല്ലാത്തൊരു ഫീലാട്ടോ. അത് കാണാൻ അത് കാണാനാണ് ഇത്രയും ദൂരം ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്നത് ഈ ഗജരാജാക്കന്മാരെ കാണാനാണ്. ആ ഒരു ഭംഗി ആലോചിച്ച് നോക്കിയല്ലേ. തിടമ്പേറ്റി ഞങ്ങൾ ഇതുവരെ ഒരുപാട് ആനകളെ ഒരുമിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഈ കൊല്ലം ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് വരും ഒരുമിച്ച്. അത് കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആനകൾ വരുന്ന പൂരം. കാരണം ശിവന്റെ അമ്പലത്തിലാണ് കൂടുതലും പൂരം എന്ന് പറയാം. അപ്പോൾ അവിടെ എത്രത്തോളം ആനകൾ വരാൻ പറ്റുമോ അത്രത്തോളം ആനകൾ വരണം. ഞങ്ങൾ പറയുന്നത് അവിടെ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. എന്നാലും നല്ല സംഭവമാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടുന്ന് കാണുന്നുണ്ട്. തിടമ്പേറ്റി ഏതായാലും ഫ്രണ്ടിലാണ് ഏറ്റവും വലിയ ആന ഉണ്ടായിരുന്നു തിടമ്പേറ്റുന്നത്. കുറുമ്പുണ്ടോന്ന് സംശയം ഉണ്ടല്ലോ. മുന്നിലുള്ള ആനക്ക് ഒരു ചെറിയൊരു കുറുമ്പുണ്ടോന്നുണ്ട്. അല്ല ഇത് തിന്ന തീറ്റ അങ്ങോട്ട് പോണോ? മുന്നോട്ട് എടുത്തോ ഗൈസ്. ഞങ്ങൾ മുന്നോട്ട് പോട്ടെ. ഞാൻ കണ്ടില്ലടാ. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയി പറഞ്ഞിട്ടുണ്ട് കൈ. ഇതൊരു വല്ലാത്തൊരു ഫീലാണ്. ഫ്രണ്ടുള്ള ആന ഏതാണെന്ന് ഓർമ്മയില്ല. നല്ല അടിപൊളിയാണ്. ചാപ്പിൻ്റെ ഓട് ഞങ്ങളെ കളിയാക്കുക ഗൈസ്. അറിയോ അറിയോ അമ്മനെ കൂട്ടിയില്ലേ? പതിനെട്ടാണ്. ഒറ്റ കല്ല് തീർത്ത കൊടിമരാട്ടോ ഗൈസ്.
ആനൻ്റെ നെറ്റിപ്പട്ട കഴിച്ച് സെറ്റാക്കുന്നത്. ഉള്ളിൽ വന്ന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, തിരക്കായി, ഭയങ്കര ക്രൗഡായി. തിരക്കാട്ടോ, ഫുള്ള് തിരക്കാണ്. ഇതാണ് കേട്ടോ അമ്പലം, നല്ല വൈബുണ്ട് അല്ലേ. ഒന്നും അങ്ങോട്ട് പോയി, രണ്ടാമത് ഗൈസ് അടിപൊളി കേട്ടോ, നല്ല വൈബ്. അമ്പലം, ശിവക്ഷേത്രം, തുടിമരം, ഒറ്റക്കല്ലിട്ടുണ്ട്. തിരിയുന്നു. അതാ വരുന്ന ഗൈസ് ഗജവീരൻ, അതാ പോകുന്നു. ഗജേന്ദ്രനാ. രണ്ട് ബൈക്കാട്ടോ ഇവിടുന്ന് ഒരുമിച്ചല്ല ആനനെ. ആന ഗൈസ്, ആന ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രീ മഹാദേവക്ഷേത്രത്തിൽ 7 ദിവസങ്ങളിലായി നടക്കുന്ന ആവരണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ആന തൊഴുകുന്നുണ്ട്. കലാപരിപാടികൾക്ക് ശേഷം ആന തൊഴുക. ഒരു ആന ഇവിടെ ഉണ്ടാവും ലാസ്റ്റ് ദിവസം വരെ, ബാക്കിയുള്ളതൊക്കെ ഇന്ന് പോകും. അപ്പം ആന യാത്രയായി, ഒരാൾ മാത്രം. ഗൈസ് ഞങ്ങളെ കണ്ടിട്ട് ആടുന്ന് കുറവായി കളിച്ചല്ലേ. ഞങ്ങളെ കണ്ടിട്ട് ഭയങ്കര നാണമാണ്. പേരെന്താ? അമല ഷാജി. നിങ്ങൾ ഉദ്ദേശിച്ച അമല ഷാജി അല്ല കേട്ടോ, ടിക്ടോക്ക് സ്റ്റാർ. നമ്മള് ചുങ്കത്തെ സ്ഥലം അല്ലേ. ഇനിയും വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാനായിരിക്കും. ഇവരൊക്കെ ഞങ്ങളെ വീഡിയോസ് കാണലുണ്ട്. കാരണം എന്താ പേരെന്താ? ഇത് പിള്ളേരുണ്ട് കേട്ടോ. യൂട്യൂബ് കാണാം, യൂട്യൂബിലുണ്ടാവും വീഡിയോ. ഞങ്ങളെ ഫ്രണ്ടിന്റെ സിസ്റ്ററാണ്. ഞങ്ങളോട് യൂട്യൂബ് ഒക്കെ ഒന്നുകൂടി ഉഷാറാക്കി പറഞ്ഞു. ഞങ്ങളോട് പോയി പേരെന്ത് പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോ, നീ പേര് പറഞ്ഞു. ഗൈസ് നേരത്തെ വന്ന ആള് അല്ലല്ല, ഈ അടുത്ത് KSRTC ബസ് പോകുമ്പോഴത്തേക്കും കണ്ട് ഇവിടുന്ന് വരാൻ കുറച്ച് നാണം. ഞങ്ങളുടെ അടുത്ത് വരണോ വരണ്ടേ വന്ന് സംസാരിച്ചു. പേരെന്തായി? ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ ട്രെയിനിങ് നോക്കിക്കൊണ്ട് നേഴ്സിങ്ങിന് പോകാനാണ് ആഗ്രഹം. കുറച്ച് സംസാരിച്ചിട്ടോ ഗൈസ്. പൊളി.
ഞങ്ങൾ പോകാൻ നേരത്ത് ഓടി വന്ന് കൈയൊക്കെ തന്നിട്ടുണ്ട്. എന്താ പേരെന്താ? ഭക്ഷണത്തിന് വേണ്ടിയതാണ്. ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നോക്കിയായും അപ്പൊ ഞങ്ങളെ വീട്ടിലില്ല പിടിച്ചു വെച്ച് ഫോട്ടോ എടുക്കുന്നതിനടുത്ത് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അവിടെ ഉണ്ടോ അപ്പൊ അടിപൊളി രക്ഷയില്ലാത്ത പാട്ടാണ്. രക്ഷയില്ല. ഞങ്ങൾക്ക് ഒരുപാട് സീരിയസ്ലി പറയുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായി. കഴിച്ചെടുത്ത് പോയാൽ മതി. ഞങ്ങൾ നേരെ പോകുന്നില്ല. ഭക്ഷണം കഴിച്ചാണ്. എന്താ ഭക്ഷണം ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ എന്താ പറയുക, നല്ല പാട്ട് ഇവിടെ ഇരുന്നിട്ട്. പക്ഷേ നല്ല കാസർഗോഡ് ഗംഭീര പ്രോഗ്രാം. ഞങ്ങൾക്ക് 2 പാർട്ടായിട്ട് ഇടേണ്ടി വരും. പ്രോഗ്രാമാണ്. ഞങ്ങൾ ഒറ്റൊന്നും പിന്നെ എന്താ പറയുക സ്കിപ്പ് അടിച്ചിട്ടില്ല. മൊത്തത്തിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ഭക്ഷണം കഴിക്കുന്നതിനെ കൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. കൈ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് മോളെ പരിചയപ്പെടുത്തി കൊടുക്കുക. അറിയോന്ന് ഏട്ടനാ മോള. എന്താ പേര്? ആ അതാ ഒരു പ്രൊഡക്റ്റ് ആട്ടോ. എവിടുന്നെങ്കിലും വെച്ച് കാണണം വേണം കേട്ടോ. ഫുഡ് കഴിച്ചോ? വിനിൽ പോവാ. ഞങ്ങൾ 19 അവിടെ പോയി നോക്കുകയല്ലേ. ഞങ്ങൾ ഫുഡ് ഉണ്ടോ നോക്കട്ടെ. ഗായ്സ് കലവറ നിറയ്ക്കലാട്ടോ. ഇത് നമ്മൾ നേരത്തെ താലപ്പൊലിയുടെ കൂടെ കണ്ടില്ലായിരുന്നു. ആ സംഭവമാണ്. ഫുള്ള് വെജിറ്റബിളാണ്. ഇത് ഓരോ വീട്ടുകാർ കൊടുക്കുന്നതാണ്. ഓരോരുത്തർ താലം പിടിച്ച് കൊടുക്കുന്ന സാധനം കലവറ നിറയ്ക്കൽ. ഇതാണ് ഇത്ര 8 ദിവസം ഇവിടെ ഫുഡായിട്ട് വെച്ച് കൊടുക്കുക. കറിയായിട്ടും ചോറായിട്ടും ഒക്കെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. സെറ്റപ്പ് ഇതാണ് നമ്മൾ പറഞ്ഞത്. ഒറ്റ കല്ലിൽ തീർത്ത കൊടിമരം കേട്ടോ. ഒറ്റ കല്ലിലാണ് ഈ കൊടിമരം തീർത്ത്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇതായിരുന്നു ഇവിടെ വരണം, ഇവിടുത്തെ പരിപാടിയൊക്കെ എങ്ങനെയാണെന്ന് കാണണമെന്ന് വന്നു, കണ്ടു. അടിപൊളി. അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീഡിയോ എൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. ലൈറ്റും കാര്യം ഒരുപാട് സ്നേഹം അവിടെ ഒരുപാട് പേര് കണ്ടു. ഞങ്ങൾക്കൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് 5 ആന ഉണ്ടായി. പക്ഷെ 4 ആന മാത്രമേ ഉള്ളൂ. എന്തായാലും അടിപൊളിയായി, നല്ല വൈബായി. പിന്നെ ഒരുപാട് പേര് സംസാരിച്ചു. ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. കാരണം ലേറ്റ് ആവണ്ട, 12 മണിൻ്റെ ഉള്ളിൽ കഴിക്കണം. എന്നിട്ട് ഞങ്ങളെ ഭക്ഷണം കഴിപ്പിച്ച ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തികളും ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം എല്ലാവരോടും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ചെറിയ അമ്മ ഉറക്കപ്പിച്ചിൽ
അമ്മ ഇപ്പം വാതിൽ തുറന്ന് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളൂ. സമയം 12 മണി കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ആണ്, കാരണം ഇവിടെ ഫുൾ അയ്യപ്പൻ വിളക്കും ഇത് നോക്കുക. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് ആ സാധനമാണ് നിങ്ങളിലേക്ക് ഇടുന്നത്. അപ്പൊ രാവിലെ എണീച്ച് പല്ല് വെച്ച് നിട്ടുന്നേരം, കാരണം ഞങ്ങൾ എവിടെ പോവാണെങ്കിൽ ഞങ്ങൾ വ്ളോഗ് ആയിട്ട് ഇറങ്ങും. ഇനിയിപ്പോ ഒരു കല്യാണം ആയാലും ഉത്സവമായാലും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞങ്ങൾ എവിടെ പോവാണെങ്കിലും ഇനി വീഡിയോസ് ഉണ്ടാവും. നിങ്ങളായിട്ട് വെറുപ്പിക്കും ഞങ്ങള്. അപ്പൊ ഞങ്ങൾ ഈ വെറുപ്പിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ലവ് യു ഗൈസ്. അപ്പൊ കൂടെ കുടിക്കും. ടാറ്റാ.